ഇത് നമുക്ക് നല്ലൊരു അടിപൊളി മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ദമ്മിട്ടിട്ടല്ലേ വെക്കുന്നത്. ഒരേ ദമ്മിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്ന അടിപൊളി ബിരിയാണിയാണ്. പാലക്കാടൊക്കെ കല്യാണത്തിന് കിട്ടുന്ന ബിരിയാണിയാണ്. തമിഴ്നാട് സ്റ്റൈല് പാലക്കാട് റാവുത്തർമാരുടെ ബിരിയാണി എന്നൊക്കെ പറയുന്നത് ഒരേ സെയിം ബിരിയാണിയാണിത്. ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഞാൻ അതിനെ ആദ്യം മട്ടനൊക്കെ എടുത്ത് നല്ലവണ്ണം കഴുകിയിട്ട് വെള്ളം പാരാൻ വേണ്ടി നമ്മൾ ആദ്യം മാറ്റി വെക്കണം. മട്ടനൊക്കെ കഴുകി വെള്ളം പാരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അതിന് കുക്കർ വെച്ചിട്ട് ഞാനത് 1 കിലോ മട്ടനും 1 കിലോ അരിയായിട്ടുള്ള ബിരിയാണി കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മട്ടനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് നിങ്ങൾ ബീഫാണ് വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ബീഫ് വേവിക്കുമ്പോൾ മട്ടനിലേക്ക് ആയതുകൊണ്ട് മല്ലിപ്പൊടി വേണ്ട. ഇനി ഇതെല്ലാം പാടെ കൈ കൊണ്ട് നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷം നമ്മളത് കുക്കർ അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക. വേവിക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന മട്ടനനുസരിച്ചിട്ടും കുക്കറിനനുസരിച്ചിട്ടും നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ചിട്ടും ഒക്കെ വേവ് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. കറണ്ട് പോയിട്ടാ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എന്നിട്ടത് ഒരു 3 വിസിലടിച്ചിട്ട് നമ്മളിത് വേവിച്ചെടുക്കുന്നുണ്ട്. 3 വിസിലടിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പ്രഷർ പോണ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇത് ഞാൻ 4 കപ്പ് അരിയാണ് കേട്ടോ. 1 കിലോന് അരി ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. ചെറിയൊരു അരിയില്ല, അതാണ്. നല്ല മണം ഉണ്ടാവും ഈ അരി. അത് തന്നെ വാങ്ങുക കേട്ടോ. ഇങ്ങനെ ബിരിയാണി വെക്കുമ്പോൾ ഈ അരി തന്നെ വാങ്ങുക. ഇത് നല്ലവണ്ണം കഴുകിയതിന് ശേഷം നമ്മൾ നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒരു 10-20 മിനിറ്റ് കുതിരാൻ വേണ്ടി ഇവിടെ മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ 2-3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതോടെ ഒരു 20 മിനിറ്റ് കുതിരാൻ വേണ്ടി നമ്മളവിടെ മൂടി വെക്കുന്നുണ്ട്. ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ കുക്കറൊക്കെ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. വിസിൽ വന്ന് അതിൻ്റെ പ്രഷർ മുഴുവനും പോയതിന് ശേഷം ഞാനിതാ കുക്കർ തുറന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മട്ടൻ വേവിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇതിലേക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. ഞാനിത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. എന്നാലും അത്യാവശ്യം മട്ടനിൽ വെള്ളമുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ബിരിയാണി. അപ്പോൾ മട്ടന് മുക്കാലും വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ബാക്കിയുള്ളത് കുറച്ച് മസാലയൊക്കെ കടന്നിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കണം. പിന്നെ നിങ്ങൾ ചോറ് വെക്കാൻ എടുക്കുമ്പോൾ 1 കിലോന് അരി ചോറ് വെക്കാൻ എടുക്കുമ്പോൾ 5 ലിറ്ററിൻ്റെ പാത്രം എടുക്കുക. അല്ലെങ്കിൽ 7 ലിറ്ററിൻ്റെ പാത്രമാണെങ്കിൽ ഉത്തമമാണ് കേട്ടോ. ചട്ടി നല്ലവണ്ണം ചൂടായതിന് ശേഷം ഞാൻ അതിൽ 250 ml കപ്പിന് 1 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കിത് കൽപ്പാസിയാണ് കേട്ടോ. അത് തമിഴ്നാട് ബിരിയാണിക്ക് ഇപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു കറുത്ത ഏലക്ക ഇട്ടിട്ടുണ്ട്. ഒരു തക്കോല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇട്ടതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. അത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുളക് ഇട്ട് കൊടുക്കുക. മുളക് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ മൂടി വെക്കുക. പിന്നെ അതിൻ്റെ പൊട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം തുറന്നാൽ മതി. അപ്പോൾ അതിൻ്റെ പൊട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പാത്രം തുറന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാനിത് തുറന്നിട്ട് അര ടീസ്പൂൺ കസ്കസും 1 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലവണ്ണം ഒന്ന് പൊട്ടിയിട്ട് അതിൻ്റെ ഫ്ലേവർ ഒന്ന് വരണം കേട്ടോ. അതിൻ്റെ നല്ലൊരു ഫ്ലേവർ വരും. സ്പൈസസൊക്കെ ഇട്ട് അതിൻ്റെയൊക്കെ. ആ സമയത്ത് നമുക്കിതിലേക്കൊരു 4 വലിയ ഉള്ളി വേണം. ഇത് നല്ലവണ്ണം കഴുകി നല്ല കനല്ലാതെ അരിഞ്ഞെടുക്കുക. അങ്ങനെ അരിഞ്ഞെടുത്തതാണ് ഞാൻ. കനല്ലാതെ അരിഞ്ഞെടുത്ത് പറഞ്ഞാൽ പെട്ടെന്ന് ഇത് വഴന്ന് സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് ഈ ഉള്ളി നല്ലവണ്ണം വഴറ്റിയിട്ട് ഗോൾഡൻ കളറാവുന്ന വരെ വഴറ്റി കൊടുക്കണം. ഈ ഉള്ളി എത്രത്തോളം വഴലണോ അത്രത്തോളം നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ബിരിയാണി എത്ര നേരം വരെ വേണമെങ്കിലും പുറത്തിരുന്നാൽ കേട് വരില്ല. അതിനാ വേണ്ടിയിട്ടാണ് ഉള്ളി നല്ലവണ്ണം വഴറ്റി കൊടുക്കുന്നത്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യും എണ്ണയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇങ്ങനെ ബിരിയാണി വെക്കുമ്പോൾ കുറച്ച് എണ്ണയും നെയ്യും കൂടുതൽ വേണം. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാകും, നല്ലൊരു സോഫ്റ്റ്നെസ്സും ഉണ്ടാകും ചോറിന്. കുറച്ച് നേരം വഴറ്റുമ്പോഴേക്കും തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതാണ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇങ്ങനെ നല്ലവണ്ണം ഗോൾഡൻ കളറായി വരണം കേട്ടോ. അതിന് ശേഷം നമുക്ക് വേണ്ടതാണ് കുറച്ച് ചെറിയ ഉള്ളി വേണം, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം. 2 കൂട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഇഞ്ചി എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി മസ്റ്റായിട്ട് ഈ ബിരിയാണിയിലേക്ക് വേണം കേട്ടോ. ഇതെല്ലാം നമുക്ക് ചതച്ചെടുക്കണം.
അപ്പോൾ ചെറിയ ഉള്ളി ഞാൻ ചായച്ചിട്ടുണ്ട്, അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി നല്ല വെള്ളം വഴന്നതിന് ശേഷം മാത്രം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ നല്ലവണ്ണം വഴറ്റി കൊടുക്കുക. ചെറിയ ഉള്ളി നല്ലവണ്ണം വഴന്ന് കിട്ടണം, ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അതുവരെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ബിരിയാണീൻ്റെ ടേസ്റ്റ് കൂടുന്നത് ഇതിൻ്റെ വഴറ്റിലാണ് കേട്ടോ. നല്ലവണ്ണം വഴന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും കഴിക്കാനാണെങ്കിൽ. അപ്പോൾ അത് നല്ലവണ്ണം വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് സ്പൈസിയാണ് പറഞ്ഞല്ലോ. ഇതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മട്ടൻ വേവിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോറിന് മസാലയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് പച്ചമുളകും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. എരിവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 4 തക്കാളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു ചെറിയൊരു കെട്ട് മല്ലിയിലയും ഒരു ചെറിയ കെട്ട് പുതിനയിലയും ഉണ്ട്. അത് കാണുമ്പോൾ കൂടുതലുണ്ട് തോന്നുകയാണ്, അത് അരിഞ്ഞ് വെച്ച കാരണം കൊണ്ടാണ്. പിന്നെ മല്ലിയില ഇട്ട് അതുപോലെ തന്നെ കുറച്ച് പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും ഈ തക്കാളി നല്ലവണ്ണം വെന്ത് സോഫ്റ്റായി കിട്ടണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ മട്ടൻ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്, നോക്കി ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുക. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുടെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തൈര് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. തൈര് പെട്ടെന്ന് പിരിഞ്ഞു പോകും. തൈര് ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം ഇളക്കി അതിൻ്റെ എണ്ണ ഒന്ന് പിരിഞ്ഞ് വരുന്നവരെ, എണ്ണ തെളിഞ്ഞ് വരും ആ സമയം വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യാം. അപ്പോഴേക്കും ഇതാ മട്ടൻ്റെ വെള്ളത്തിൽ നിന്ന് മട്ടൻ മാത്രം എടുത്തിട്ടുണ്ട് ഞാൻ. വെള്ളം നമ്മളിപ്പോൾ ഒഴിക്കണില്ല കേട്ടോ. മട്ടൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഈ മസാലയും മട്ടനും കിടന്ന് നല്ലവണ്ണം മിക്സായി വെന്ത് കിട്ടണം. കുറച്ചും കൂടി വേവുണ്ട് നമ്മുടെ ഈ മട്ടനിലേക്ക്. അപ്പോൾ ഈ മട്ടൻ ഈ മസാലയിൽ കടന്നിട്ട് വെന്ത് കിട്ടണം. അപ്പോഴാണ് മട്ടനിലേക്ക് ഈ മസാല മുഴുവനായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഗരം മസാലേൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. ഇനി ഇതെല്ലാം പാടെ കൂട്ടി നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ അവിടെ ഒരു 5-10 മിനിറ്റ് അവിടെ ഇടുക. അപ്പോൾ ഈ ഇറച്ചിയിലേക്ക് ഈ മസാലയൊക്കെ നല്ലവണ്ണം പിടിച്ച് ഇറച്ചി ഒന്നും കൂടി സോഫ്റ്റായി നല്ലവണ്ണം വെന്ത് കിട്ടും. ഇറച്ചി നല്ലവണ്ണം വേകണം കേട്ടോ. നമ്മൾ കുക്കറിൽ നല്ലവണ്ണം വേവിച്ചിട്ടില്ല, ഒന്നും കൂടി വേകാനുണ്ടാകുന്ന ഈ മസാലയെ കടന്നിട്ടാണ് ഇനി ബാക്കിയുള്ള വേവ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നേരം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലവണ്ണം ഇറച്ചിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ് പാലക്കാടൻ ബിരിയാണി. പിന്നെ നമ്മൾ മട്ടൻ വേവിച്ചതിൽ നോക്കുമ്പോൾ അതിൽ 1 കപ്പ് വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ ഈ കപ്പിനാണ് 4 കപ്പ് അരി എടുത്തിരിക്കുന്നത്. അതേ കപ്പിന് തന്നെ നമുക്ക് 6 കപ്പ് വെള്ളം വേണം. അപ്പോൾ മട്ടനിൽ നിന്ന് കിട്ടിയ 1 കപ്പ് വെള്ളവും ബാക്കി 5 കപ്പ് വെള്ളം സാദാ വെള്ളം ഞാൻ ഒഴിച്ചിട്ട് 6 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കുറച്ച് ഉപ്പൊന്ന് മുന്നിട്ട് നിന്നാലാണ് ചോറിലേക്കൊക്കെ ഉണ്ടാവുള്ളൂ. ഉപ്പ് നോക്കിയിട്ട് ഇടുക കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കാൻ നമ്മൾ ഈ ഇതിൽ വെള്ളത്തിലേക്കും കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും അത് തിളക്കുന്ന സമയം കൊണ്ട് നമ്മൾ അരിയൊക്കെ ഒന്ന് വെള്ളം വാരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലവണ്ണം വാർന്നു പോകണം കേട്ടോ. ഒരു പൊട്ട് പോലും വെള്ളം അരിയിൽ ഉണ്ടാകരുത്. അരി നല്ല ഡ്രൈനായി കിട്ടണം. അരിയിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒഴിച്ച വെള്ളം പാടാകുമ്പോൾ ചോറ് കുഴഞ്ഞ് ഒറ്റി പോലെ പോകുള്ളൂ. അപ്പോൾ അത് വെള്ളമൊക്കെ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഞാൻ അരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. അരി ഇളകാതെ കിടന്നാൽ എവിടെയെങ്കിലുമൊക്കെ നറുക്കരി പെടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ലവണ്ണം തന്നെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വെക്കുമ്പോഴേക്കും തന്നെ അത് പെട്ടെന്ന് തിളച്ച് വരും കേട്ടോ. നമ്മൾ ഈ ബിരിയാണി ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ അടുപ്പിൽ തന്നെ വെക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ അരി കുഴഞ്ഞ് നുറുങ്ങരിയൊക്കെ പെടുള്ളൂ. നമ്മുടെ വീട്ടിൽ ഏതാണോ വലിയ അടുപ്പ് അതിൽ തന്നെ വെക്കുക കേട്ടോ. ബിരിയാണി ഇങ്ങനെ ഒറ്റ ദമ്മിട്ട് വെക്കുമ്പോൾ
ഇപ്പോൾ അത് 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഞാൻ തുറന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം അതാ നമ്മുടെ ചോറും വെള്ളവും പാടെ ഒപ്പായിട്ടുണ്ട്. ഇതേപോലെ ഒപ്പാണ് കേട്ടോ നമ്മൾ ദമ്മിടുമ്പോൾ. നല്ല മണമാണ് കേട്ടോ. കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണിയാണ് ഞങ്ങളുടെ പാലക്കാടൻ റാവുത്തർ ബിരിയാണി. ഇനി അത് അടച്ച് വെച്ചതിന് ശേഷം നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. പ്രഷർ ഇതിൻ്റെ എയർ ഒരു പൊട്ട് പോലും പുറത്ത് പോകരുത്. അപ്പോൾ അഥവാ പോകുന്നുണ്ടെങ്കിൽ ഒരു കനമുള്ളത് എന്തെങ്കിലും വെക്കുക. അപ്പോൾ അതിൻ്റെ എയറൊന്നും പുറത്ത് പോകാതെ ആവി അതിൻ്റെ ഉള്ളിൽ തന്നെ തിങ്ങി നിന്നിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 8-10 മിനിറ്റ് തന്നെ മതി കേട്ടോ നമ്മുടെ ഈ അരി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലവണ്ണം വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 8 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് ആദ്യം നമ്മളൊരു 3 മിനിറ്റ് വെച്ചിട്ടാണ് തിളച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഒരു 8 മിനിറ്റ് ഞാൻ വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 8 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം തുറന്ന് ഇതിപ്പോൾ നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യും കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് ഇനി ഇത് മൂടി വെക്കുക. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെയ്യ് ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇനി ഈ ആവിയിൽ തന്നെ ഇരുന്നിട്ട് ഒന്നുകൂടി ഇതാവും. ആയതിന് ശേഷം നമ്മൾ തുറന്നാൽ മതി കേട്ടോ. ഇത് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഞാനതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് വിളമ്പാൻ എടുക്കുകയുള്ളൂ. ഇപ്പോൾ ഫ്ലെയിം ഓണെന്നല്ല, ഫ്ലെയിം ഓഫ് തന്നെയാണ്. ഇതുവരെ നിങ്ങൾ ഇങ്ങനെയൊന്നും ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനൊന്നും മറന്നു പോകരുത്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മളൊരു കുമ്പളങ്ങ മിഠായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മെയിൻ താരമാണ് കുമ്പളങ്ങ മിഠായി. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കണ്ടു നോക്കി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. പിന്നെ കമൻറ്റിലും പിൻ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നെയ്യ് ഒഴിച്ച് ഇളക്കി അതങ്ങനെ മൂടി വെച്ചതായിരുന്നു. പിന്നെ ഫ്ലെയിമൊന്നും ഓണല്ല. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഞാനിത് വിളമ്പുന്നത് കേട്ടോ. ഇത് തുറക്കുമ്പോഴേക്കും ഉണ്ടല്ലോ കമാച്ചിട്ട് എന്തോ ഒരു മണമാണ് അറിയാം. 7 വീട് അപ്പുറം മണക്കും പറയില്ലേ. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബൈ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കൈമ ഉണ്ടായിരുന്നു. കൈമ പൊരിച്ചു. തൈര് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. കുമ്പളങ്ങ മിഠായി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിപ്പിക്കാനും മറക്കരുത്.